കേരളത്തിലെ മുഴുവൻ ക്രിക്കറ്റ് പ്രേമികളുടെയും ഒരു സ്വപ്നമായിരുന്നു സ്വന്തമായി KCAക്ക് ഒരു കേരളത്തിൽ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം എന്നത്. എന്തായാലും അതിന്റെ ആ സ്വപ്നത്തോടെ ഏറ്റവും അടുത്തെത്തിയിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ നടപടിയിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ഈ കാണുന്ന ഇതിനോട് ചേർന്ന് കിടക്കുന്ന ഏതാണ്ട് 60 ഏക്കറോളം സ്ഥലമാണ് KCA ഈ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിനായി കണ്ടുവച്ചിട്ടുള്ളത്. ഭൂ ഉടമകളുമായി കരാറിട്ടു. ഇനി ഇത് ഭൂമി തരമാറ്റുന്നതടക്കമുള്ള നടപടിക്രമങ്ങൾ ഇതിന്റെ ഭാഗമായി നടക്കേണ്ടി വരും. അതിനായിട്ട് കായിക മന്ത്രിയുമായൊക്കെ KCA ചർച്ച നടത്തുന്നുണ്ട്. എന്തായാലും KCAയുടെ ഈ മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിൽ ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആവശ്യമല്ലേ, ഭൂമിയുടെ തരം മാറ്റേണ്ടത് ആവശ്യമല്ലേ? ഇത് നെൽവയൽ നീർത്തട വിഭാഗത്തിൽപ്പെട്ട സ്ഥലമാണോ? അതുകൊണ്ടാണോ തരം മാറ്റുന്നതിന് വേണ്ടി ഇപ്പോൾ സർക്കാരിനെ സമീപിച്ചിരിക്കുന്നത്? ഈ മുഴുവൻ ഭൂമിയും ഈ വിഭാഗത്തിൽപ്പെട്ടതാണോ? ഈ 60 ഏക്കറിൽ കുറച്ചധികം ഭൂമി ഈ തരമാറ്റേണ്ട കാറ്റഗറിയിൽ പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ അതൊരു പൊതു താല്പര്യം എന്ന രീതിയിൽ പരിഗണിച്ചുകൊണ്ട് ഈ തണ്ണീർത്തടമൊക്കെയായി കിടക്കുന്ന വയലൊക്കെ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ തരമാറ്റിക്കൊണ്ട് അത് ക്രിക്കറ്റ് സ്റ്റേഡിയമായി മാറ്റാനുള്ള ഒരു നടപടിയാണ് KCA സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. അതിൽ സംസ്ഥാന സർക്കാർ എന്തായാലും അനുകൂല നിലപാടെടുക്കും. കാരണം ഈ 60 ഏക്കർ സ്ഥലം ഇത്രയും നല്ലൊരു സ്ഥലത്ത് കിട്ടുക എന്നത് അത് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലം കൂടിയാണ്. ഇത് അത്താണി ദേശീയപാതയോട് ചേർന്ന് കിടക്കുന്നതാണ്. എയർപോർട്ടിൽ നിന്ന് 5-6 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ എത്തിപ്പെടാവുന്ന സ്ഥലമാണ്. അത്തരത്തിൽ എല്ലാം കൊണ്ടും ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം എന്ന സ്വപ്നത്തിന് ഏറ്റവും അനുകൂലമായി KCA കണ്ടെത്തിയ ഒരു ഭൂമി കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ തരംമാറ്റലടക്കമുള്ള നടപടികൾക്കായി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇത് കേരളത്തിന്റെ സ്വപ്നത്തിന് സ്വന്തമായി ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം എന്നൊരു സ്വപ്നത്തിന് അതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ ഭൂ ഉടമകളുമായി KCA കരാറുകൾ ഒപ്പിട്ട് കഴിഞ്ഞു. ഇനിയുള്ളത് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് ഭൂമി തരംമാറ്റുന്നതടക്കമുള്ള നടപടികളാണ്. അതിന് സംസ്ഥാന സർക്കാരിന്റെ പച്ചക്കൊടി കിട്ടിയാൽ ഇത് ഏതാണ്ട് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കൊച്ചി എന്ന് പറയുന്നത് സംസ്ഥാനത്തിന് ഒരു സെന്ററാണ്. അതിൽ തന്നെ നെടുമ്പാശ്ശേരി എയർപോർട്ടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമെന്നത് കുറച്ചുകൂടി ഒരു അനുകൂല ഘടകമാണ്. ആളുകൾക്ക് വേഗത്തിൽ എത്തിപ്പെടാൻ കഴിയുന്ന ഒരു സ്ഥലമാണ്. ഒപ്പം തന്നെ ഈ മത്സരങ്ങൾ നടന്നാൽ വേഗത്തിൽ ആളുകൾക്ക് ഈ സ്ഥലത്തേക്ക് എത്തിപ്പെടുന്നു എന്നതിനൊപ്പം തന്നെ ദേശീയ പാതയോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലം എന്നതുകൊണ്ട് തന്നെ വാഹനങ്ങളൊക്കെ പോകാൻ കഴിയുന്ന അത്തരത്തിൽ അനുയോജ്യമായ ഘടകങ്ങൾ ഏറെയുള്ള ഒരു സ്ഥലമാണ് ഇത്. ഇതിനപ്പുറത്തേക്ക് ഏതാണ്ട് 60 ഏക്കർ സ്ഥലമുണ്ട്. ക്രിക്കറ്റ് സ്റ്റേഡിയത്തിനായി 30 ഏക്കർ സ്ഥലം കണ്ടെത്തിയാൽ പോലും ബാക്കിയുള്ള സ്ഥലം പരിശീലനത്തിനും മറ്റും ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ഒരു പ്രൊജക്റ്റാണ് KCA അടക്കം ഉദ്ദേശിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഒരു സ്പോർട്സ് സിറ്റി എന്ന തരത്തിൽ ഈ പദ്ധതി പ്രഖ്യാപിക്കുമെന്നുള്ള ചില സൂചനകളടക്കം വരുന്നുണ്ട്. എന്തായാലും ഔദ്യോഗികമായ പ്രഖ്യാപനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വരാൻ പോകുന്നതേയുള്ളൂ. KCA ഭൂ ഉടമകളുമായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ഇത് ഏതാണ്ട് 7ഓളം സ്വകാര്യ വ്യക്തികളും ഒപ്പം തന്നെ 2 കമ്പനികളുടെയും ഉടമസ്ഥതയിലായിട്ടാണ് ഈ പറയുന്ന ഏതാണ്ട് 60 ഏക്കർ സ്ഥലമുള്ളത്. അത്തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നത്. എന്തായാലും നമ്മൾ ഈ ദൃശ്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ കാണിച്ചതാണ്. ആദ്യഘട്ടത്തിൽ തന്നെ KCAയുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു സ്ഥലം കൂടിയാണിത്. BCCIക്ക് ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് പച്ചക്കൊടി നൽകിയതുമാണ്. എന്തായാലും കേരളത്തിന് സ്വന്തമായി ഒരു സ്റ്റേഡിയം എന്നത് അതിന്റെ ആ സ്വപ്നത്തിലേക്ക് ഒരു ചുവടുവയ്പ് കൂടി നടത്തിയിരിക്കുന്നു. ഇനിയുള്ളത് മറ്റു നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി ഭൂമി തരം മാറ്റുന്നതടക്കമുള്ള നെടുമ്പാശ്ശേരിയിൽ തന്നെയാണ് വരാൻ പോകുന്നത് എന്ന് ഉറപ്പിക്കുന്നു. ആ സ്റ്റേഡിയം വരാൻ പോകുന്ന സ്ഥലത്ത് നിന്നാണ് റിയ വിവരങ്ങൾ നൽകിയത്.